അപ്പോൾ ചങ്ങായിമാരെ ഇന്നത്തെ വീഡിയോ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇത് ലോബ്സ്റ്റർ, ലക്ഷദ്വീപിലാണ് കടൽപ്രാവ് എന്ന് പറയാ. ഒരു 1.5 സൈസ് ലോബ്സ്റ്റർ ആട്ടാ കിട്ടിയേ. ഇത് ലോബ്സ്റ്ററിന്റെ മുട്ട കാവിയർ ആണ് കേട്ടോ. തോടൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞാന്ന് അരിഞ്ഞ് എടുക്കുക ആദ്യം. ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇത്തിരി ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് അങ്ങ് മിക്സ് അങ്ങ് ചെയ്യുക. കുറച്ച് ഉപ്പും ചേച്ചിട്ട് സവാള ഗിരി 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 എന്ന് പറഞ്ഞാൽ അരിഞ്ഞുകൊണ്ട് കേട്ടോ. തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് അരി കഴുകാനുണ്ട്, ബിരിയാണി അരി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം ഇത് ഒന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചങ്ങ് എടുക്കുക. ബിരിയാണിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 ലിറ്ററിന് കുക്കർ എടുക്കുക, ഗ്യാസിൽ വെക്കുക, കത്തിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ മിക്സിയിൽ നേരത്തെ അരച്ച അരപ്പെടുത്തിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് കൊടുക്കുക. നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും ഉള്ളിയും ആ കുക്കറിലേക്ക് ഇടുക, മിക്സ് ചെയ്യുക, അടിപൊളിയാക്കുക. ഓരോ ടീസ്പൂൺ വെച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള നമ്മൾ ലോബ്സ്റ്റർ എന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇളക്കുക. നല്ല മിക്സ് ചെയ്തതിനു ശേഷം കുക്കർ അടച്ചു വെക്കുക. ഒരു വിസിലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചേച്ചി കുക്കർ തുറന്ന് ഒരു പച്ചമുളക് കീറി പൊളിച്ചങ്ങോട്ട് ഇട്ടിട്ടോ. ഇത് ബിരിയാണി അരി കേട്ടോ, കയമയാണ്. 3 ഗ്ലാസ് അരി ഉണ്ട്, 1 കിലോ ഉണ്ടാവും. അതിനിരട്ടി വെള്ളവും വെക്കുക, കുറച്ച് നാരങ്ങ പിയ്യുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിടാം കേട്ടോ. നല്ല മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുക. കുക്കർ അങ്ങ് അടച്ചു വെക്കുക. ഒരു വിസിലടിച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ എൻ്റെ സാറേ ഒരു മണം വരും. ചൂടോടെ സെർവ് ചെയ്യുക. സൈഡ് ഡിഷായിട്ട് നല്ല സർലാസും കുറച്ച് ചമ്മന്തിയും വെക്കുക. കഴിക്കുക ലോബ്സ്റ്റർ ബിരിയാണി.